കാർപ്പ് ഫീഡിന്റെ ഗുണം കണ്ട പൊട്ടിച്ചപ്പോ തന്നെ മണം വന്നിച്ചപ്പോ അതേ സാധനം വെട്ടാൻ തുടങ്ങി അവിടെ. എന്നാ വെട്ടിയത്? പൊട്ടിച്ചപ്പോഴേ മണം വന്നപ്പോ കണ്ട വെട്ടിയത്. കാർപ്പ് ഫീഡിന്റെ ഗുണം കണ്ട പൊട്ടിച്ചപ്പോ തന്നെ മണം വന്നിച്ചപ്പോ അതേ സാധനം വെട്ടാൻ തുടങ്ങി അവിടെ. നമ്മുടെ ഫിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ച ആലപ്പുഴയല്ല. മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഫീഡിൻ്റെ നമ്മൾ എത്ര അളവെടുക്കുന്നോ ആ അളവിൽ തന്നെ മൈദയും മിക്സ് ചെയ്തിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് കടക്കാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഭാഗം കുറച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ. അത് കൂടാതെ മൈദ മേടിച്ചിട്ടുണ്ട്. അടുത്ത അളവ് തന്നെ മൈദയും കൂടി മിക്സ് ചെയ്താൽ അത് വേറെ ഒന്നും ചേർക്കേണ്ടെന്നാണ് കടക്കാർ പറഞ്ഞത്. ആദ്യത്തെ പരീക്ഷണം, അങ്ങനത്തെ പരീക്ഷണമാണ്. നല്ല സ്പോട്ടാണ്. ഇതുവരെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കൊള്ളാത്തൊരുത്തിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ആദ്യമായിട്ടാണ്. ഈ അടുത്തത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത സാധനം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇച്ചിരി വെട്ടം കൂട്ടി കേട്ടോ. അടുത്ത തീറ്റ സെറ്റാക്കി. ഇതാണ് നമ്മുടെ AJ കാർപ്പ് ഫീഡ്. അടിപൊളി. ഞാൻ ചെറിയ സ്പൈഡറാണ് മേടിച്ചിരിക്കുന്നത്. സാധനം കൊള്ളാം. തീരെ ചെറിയ സാധനം. 13 ഉണ്ടാക്കിയാണ് തോന്നുന്നു സൈസ്. 12-13 ഉണ്ടാക്കിയാണ്. പിന്നെ ചെറിയ ഫീഡറുമാണ് അതിനകത്ത് ഇരിക്കുന്നത്. അടിപൊളി സംഭവം. ഇത് പിന്നെ ഒരു ഫാസ്റ്റ് വാച്ചും ഉണ്ട്, ഒരു സിവരും കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഒരു സിവരുണ്ട്, നമ്മുടെ ബെല്ലുണ്ട്, മണിയുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. ഡൈവേയുടെ റോഡും FXൻ്റെ റീലും എല്ലാം കിട്ടുമെങ്കിൽ ഓക്കെ. കാർപ്പ് ഫീഡ് എന്തായാലും അടിപൊളി സാധനം കേട്ടോ. അടിപൊളി സാധനം. മിക്സ് ചെയ്തെടുത്തത് കൊള്ളാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കായൽ വന്നിട്ട് സ്പൈഡർ ഇട്ടിട്ട് മീൻ കിട്ടുന്നത്. അത് ഇതായത് കൊണ്ട് തന്നെ വലിയൊരു ഉപകാരം. ഭയങ്കര ഹാപ്പി. നമ്മൾ AJ ഫിഷിംഗ് ഫുഡ് അല്ലേ? AJ ഫിഷിംഗ് ഫുഡ് ഇരിക്കുന്നത്. AJ ഫിഷിംഗ് ഫുഡ്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു തൂലി അടിച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു രോഹോ കട്ടലയാ ഒരു വളയൊക്കെ കിട്ടും. പറയാൻ പറ്റില്ല. രോഹു കിട്ടുന്ന സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം അടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം എല്ലാം കിട്ടുമെങ്കിൽ നമുക്ക് മൂമ്മയ്ക്ക് കൊണ്ടുപോകാം. നമ്മളിവിടെ ചൂണ്ട സെറ്റ് കൊണ്ടുവരുന്ന സമയത്തല്ല നമ്മുടെ അടുത്തിരുന്ന ഒരു ചേട്ടന് ചെറിയൊരു കരിമീൻ അടിച്ചിട്ടുണ്ട്. ചെറിയല്ല, അത്യാവശ്യം വലിപ്പമുള്ള കരിമീൻ തന്നെയാണ്. രണ്ടുപേരെന്തോ? രതീഷ്. ഓക്കെ, കേൾക്കാം. ഇത് ഒരാള് ചൂണ്ടായിട്ട് വലിച്ചു കയറ്റിയ സാധനം. ഇതാ ഇത്രയും വലുതാ? വാളയാണെന്ന് ഓർത്താണ് അവര്. വെയിറ്റ് ചെയ്യണപ്പോൾ വാളയാണെന്ന് ഓർത്താണ്. ഇതൊക്കെ പ്രളയത്തിന് വന്നിരിക്കുമല്ലോ അപ്പോൾ. അത് ഇവര് മോട്ടർ മറ്റേ മണ്ണ് ടച്ചറോ അതിന്റെ എന്താ ഒരധികമല്ലോ. പോയടാ. ആ ഉണ്ടോ കേട്ട്. ഓ പൊളിച്ചു. ഭാഗ്യം പുള്ളി പറഞ്ഞു പറഞ്ഞു ഒറ്റക്കൊളുത്തി ഉണ്ടായിരുന്നു. ഒറ്റക്കൊളുത്തി കറക്റ്റ് ഏട്ടാ. ചേട്ടോ ഒറ്റക്കൊളുത്തി തന്നെ കറക്റ്റാ.
കണ്ട അവർ കിട്ട് പരിചയമുള്ളവർ, അവർ പറഞ്ഞാൽ കേട്ട് പഠിക്കണം, നല്ല കണ്ണാപ്പിത്തരം കാണിക്കും. ഞാൻ ചെയ്യട്ടെ, നമ്മ ആക്രാന്തം മൂത്തിട്ടല്ലേ വേറെ. അപ്പോൾ കടലിടുന്ന രീതിയും കായലിടുന്ന രീതിയും വേറെ ഒന്നും മനസ്സിലായില്ല നമുക്കിപ്പോൾ. ഇനി വൈകിട്ട് ചപ്പാത്തി മേടിക്കണം. ഇതാ നമ്മുടെ ചേട്ടച്ചാർക്ക് കൊണ്ട് അടിച്ചിട്ടുണ്ട്. അടിപൊളി സാധനം. രോഹു അല്ല, എന്തായാലും പുല്ലനായിരിക്കും. നോക്കാം. കൊണ്ടാണോ? എടുക്കും പതുക്കെ എടുക്കണം. കാരണം വെച്ചാൽ ഈ പുല്ലൻ്റെ ചുണ്ട് തീരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒറ്റ ഹുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം ഒരുപാട് എൻ്റെ പൊന്നു പോലെ നൈസ് സാധനം. ഇത് ജിമ്മിട്ട് സാധനം കേട്ടോ. അത് നല്ല വലിപ്പമുള്ള സാധനം. അടിപൊളി അടിപൊളി അടിപൊളി. പൊക്ക്. അയ്യോ പോയി. അയ്യോ ആ സൈസായിരുന്നത്. അയ്യോ ഇപ്പം രണ്ടാമതല്ലേ പോണത്? എടാ ഞാൻ ജംഗം സാധനം, തൂളി തന്നെ ജിമ്മിട്ട് സാധനം. നമ്മളിത് പെട്ടതായിരുന്നു. എൻ്റെ ചൂണ്ട തെറ്റി വന്നു ടൈം ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ആ വലിപ്പം ഉള്ളതാണ് രക്ഷപ്പെട്ടു. പവർ ഹുക്കായിരിക്കും ചിലപ്പോൾ. ആ ഉണ്ട് 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 ഉണ്ട്. ആ ഇല്ല ഏ വേണത് അല്ല അല്ലേ? പതുക്ക ആയിക്കാത്ത കണ്ണ് 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 പതുക്കെ പതുക്കെ. ആ പൊക്കണ്ട, പതുക്കെ എടുത്ത് പതുക്കെ പൊക്കെ എടുത്താണ്. ആ ഓക്കെ കിട്ടി. പിടിക്കല്ലേ, ചിലപ്പം കയറി ഒട്ടക്കും. ഇതാരുടെ ചൂണ്ട വേറെ? ഈയൊക്കെ ഉണ്ടല്ലോ. അല്ലല്ല അതല്ല, അത് ഇത് തന്നെ. എവിടെയാണോ? നൈസ് കൊളുത്ത സിമ്പിളാ. കിട്ടിയാ? അതിലുണ്ടാ? എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, ഇരുട്ടായി. അപ്പോൾ ഇവിടെ രാത്രി ആകുമ്പോഴേക്കും നമുക്കിവിടെ വാളയുടെ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറയാറുണ്ട്. വാള കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവരിടുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഇടും. ചപ്പാത്തി, ഇതാണ് ചപ്പാത്തി. ഈ ചപ്പാത്തി നമ്മൾ നൈസ് ചൂടാക്കി എടുത്തിട്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ കോർത്തോറം ഇട്ടിട്ടുണ്ട് ഇവിടെ. വേണ്ട, നമ്മൾ ചൂണ്ട ഇട്ടിട്ടുണ്ട്.
കിട്ടുമില്ലെന്ന് പറയാൻ പറ്റില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമ്മുടെ ക്യാമറയ്ക്കില്ല. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന വീഡിയോ നമ്മൾ ആരുടെയെങ്കിലും വഴിയിൽ പോണ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഫ്ലാഷ് അടിച്ചാണ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ക്വാളിറ്റി വിഷയം ഉണ്ടാകും, എല്ലാവരും ഒന്ന് സഹിക്കുക. അപ്പോൾ നമുക്കങ്ങനെ പുറകോട്ട് പോയി എന്തായാലും സാധനം ഇട്ടിട്ടുണ്ട് ഇവിടെ. നമ്മളെ കടലിടുന്ന പോലെ തന്നെ കെട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ചപ്പാത്തി ചുരുട്ടി ഇട്ടിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഓക്കെ.